കേരള ഭരണത്തിൻ്റെ മികവുകളും മറ്റു കാര്യങ്ങളും അല്ലാതെ കണ്ണൂർ കോർപ്പറേഷൻ ചർച്ചയാക്കാൻ CPM പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ കേരളത്തിൽ എവിടെയുമില്ലാത്ത രൂപത്തിലുള്ള ഒരു അന്തർധാര CPM-ഉം കോൺഗ്രസിലെ ചില നേതാക്കന്മാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചില നേതാക്കന്മാരും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. അതിൻ്റെ ഭാഗമായി തന്നെ എൻ്റെ വാർഡിൽ നിങ്ങൾ പരിശോധിച്ചാൽ 2015 അവർക്ക് 821 വോട്ട് CPM-ന് ലഭിച്ചിരുന്നു. അത് 2020 ആകുമ്പോൾ 950 വോട്ടുകളായി. ഇത്തവണ അവർക്ക് കിട്ടിയ വോട്ട് 522 വോട്ടാണ്. CPM-ന് 56-ാം ഡിവിഷനിൽ കിട്ടിയ വോട്ട് 522ആണ്. കഴിഞ്ഞ തവണ 812ഓളം വോട്ട് ലഭിച്ച ഒന്നാം വാർഡിൽ 400 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ PK രാഗേഷിനെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള അന്തർധാര അതിലൂടെ എന്ന് വെച്ചാൽ വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ എവിടെയുമില്ലാത്ത വിധത്തിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ CPM-ഉം കോൺഗ്രസും സന്നദ്ധമായി എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് മുൻകൈയെടുത്ത നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പിണ്ടം വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കണ്ണൂരിൽ നടത്തിയ ഈ വോട്ട് മറിക്കലിന് CPM-ന്റെ ഉത്തരവാദപ്പെട്ടവർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറുണ്ടോ? ഇവിടെ കേരളത്തിൽ രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്. ആ മുന്നണികൾ തമ്മിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ചെറിയ വാർഡുകളിൽ മത്സരം. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോ എല്ലാ ചർച്ചയും അവരുടെ മുഖ്യധാര അജണ്ടകൾ അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെ കൂട്ടുകെട്ടാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഒരു ഭാഗത്ത് CPM-ന് തലോടുമ്പോൾ മറുഭാഗത്ത് BJP-യെ വളർത്തുന്ന ശീലവും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് BJP-ക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചത്. അതും പള്ളിക്കുന്ന് DCC-യുടെ ഉന്നതനായ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത്. ഇത്തവണ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ 4 വാർഡുകളിലാണ് BJP വളർന്ന് ഇവിടെ വലിയ സീറ്റുകൾ നേടിയിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ആ വാർഡിനകത്തുണ്ട്. ഇവരൊക്കെ പകല് കോൺഗ്രസും രാത്രി BJP-യുമായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന നേതാക്കന്മാരായി വാഴുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു ഭാഗത്ത് CPM-നെയും ഒരു ഭാഗത്ത് BJP-യും തലോടി കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഈ രാഷ്ട്രീയ കശ്മലന്മാരെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചാൽ മാത്രമേ കണ്ണൂരിലെ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുകയുള്ളൂ.